നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെ പോർച്ചുഗൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിച്ചേറിയിരിക്കുന്നു. ഈ വേൾഡ് കപ്പ് ആതിഥേയർ എന്ന നിലയിൽ മാത്രം കളിക്കാൻ ഇറങ്ങുന്ന USA യാണ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ജാവോ ഫെലിക്സും ഫ്രാൻസിസ്കോ ട്രിങ്കാവോയുമാണ് പോർച്ചുഗലിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഗോൺസാലോ റാമോസും അതുപോലെ ബ്രൂണോ ഫെർണാണ്ടസും ട്രിങ്കാവോയും ഒക്കെ പെഡ്രോ നെറ്റോയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്തും സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്നു. മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് പുലിസിച്ച്, തിമോത്തി വിയ, അതുപോലെ വെസ്റ്റൻ മെക്കന്നി എന്നിവരൊക്കെ USA വേണ്ടിയും കളിക്കളത്തിലിറങ്ങി. എന്നാൽ കഴിഞ്ഞ കളിയിൽ USA ബെൽജിയത്തോട് 5-2 പൊട്ടിയതാണ് മൗറിസിയോ പൊച്ചറ്റിനോ പരിശീലിപ്പിക്കുന്ന ടീം. ഇവർ 2-0 പൊട്ടാനായിരുന്നു അടുത്ത വിധി. ആദ്യ പകുതിയിൽ 39ാമത്തെ മിനിറ്റിലാണ് പോർച്ചുഗലിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത്. മനോഹരമായൊരു നീക്കം, ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ബാക്ക് ഹീലർ, അത് കിടിലനായിരുന്നു. അതിൽ നിന്നാണ് ഫ്രാൻസിസ്കോ ട്രിങ്കാവോ പന്ത് വലയിൽ എത്തിക്കുന്നത്. ഏകപക്ഷീയമായ 1 ഗോളിൻ്റെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് അവർ കടന്നുപോയത്. 2ാം പകുതിയിൽ ജാവോ ഫെലിക്സിൻ്റെ ഗോൾ പിറക്കുന്നു. ഇതവണയും ബ്രൂണോ ഫെർണാണ്ടസ് തന്നെയാണ് അസിസ്റ്റ്. ഏതായാലും ജാവോ ഫെലിക്സിൻ്റെ ആ ഗോൾ കൂടി വന്നതോടെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം പോർച്ചുഗൽ സ്വന്തമാക്കി. ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ക്രിസ്ത്യാനോ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ്. CR7 ഇല്ലാതെ മെക്സിക്കോക്കെതിരെ കളിച്ചപ്പോൾ അവർക്ക് ഗോളടിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതിൻ്റെ കടം പോർച്ചുഗൽ ഇവിടെ തീർത്തിരിക്കുന്നു. USA പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ 2ാമത്തെ കളി അവർ വിജയിച്ചേറിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.